തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി. പേട്ടയിൽ നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഉറങ്ങുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് ദമ്പതികളുടെ മൊഴി. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗിരീഷ്, എപ്പോഴായിരുന്നു സംഭവം? പോലീസ് അന്വേഷണം ഊർജിതമല്ലേ? ഗോപിക, രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പേട്ടയിലായിരുന്നു സംഭവം. തെരുവിൽ കച്ചവടം നടത്തുന്ന മാതാപിതാക്കളാണ് ഇവർ. ഇതിനുശേഷം റോഡരികിൽ തന്നെ ഉറങ്ങുകയാണ് പതിവ്. ഇത് 12 മണിയോടുകൂടി ഇവർ ഉറങ്ങാൻ കിടന്നു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം ഉണർന്ന് എണീറ്റപ്പോൾ കുട്ടിയെ കാണാനില്ല. തുടർന്ന് അവർ പെട്ടെന്ന് തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ, ഈ സംഭവം നടക്കുന്നതിന് വളരെ അടുത്ത് തന്നെയാണ് പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി ഈ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. DCP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പരാതി വളരെ പെട്ടെന്ന് ലഭിച്ചുകൊണ്ട് തന്നെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. CCTV-കൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ സമയത്ത് ഉണ്ടായിരുന്ന കടകൾ കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം എന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പേട്ട ഈഞ്ചക്കൽ കേന്ദ്രീകരിച്ച് നിരവധി നാടോടി കുടുംബങ്ങൾ ഇത്തരത്തിൽ തെരുവ് കച്ചവടം നടത്തി ജീവിക്കുന്നുണ്ട്. ഇതിൽ ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ടത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോപിക, ഗിരീഷ്, ഈ ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പേട്ട പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത സ്ഥലമാണ് ഇത് എന്നും അറിയുന്നു. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ഒക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അത് കേന്ദ്രീകരിച്ചാണോ ഇപ്പോഴത്തെ അന്വേഷണം? ഗോപിക, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. മാതാപിതാക്കളുടെ വിശദമായ മൊഴി എടുത്ത ശേഷമാണ് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതും പോലീസുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഈ പേട്ട പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബൈപ്പാസ് ആണ്. ഈ ബൈപ്പാസിലും അതോടൊപ്പം തന്നെ പേട്ട ജംഗ്ഷനിലുമെല്ലാം തന്നെ നിരവധി CCTV-കൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനൊരു തുമ്പ് കണ്ടെത്താൻ കഴിയും, അതോടൊപ്പം തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ ഗിരീഷ്, പ്രതികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്? എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം? ഗോപിക, പ്രതികളെ സംബന്ധിച്ച് കൂടുതലൊന്നും തന്നെ പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. കുട്ടിയെ എന്തായാലും ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് മാത്രമാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. 2 മണിയോടുകൂടി തന്നെ ഈ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങാൻ കഴിഞ്ഞു. സമീപ പോലീസ് സ്റ്റേഷനുകളിലേക്കും അതോടൊപ്പം തന്നെ പട്രോളിംഗ് നടത്തുന്ന പോലീസുകാർക്കും പെട്ടെന്ന് തന്നെ ഇത് നിർദ്ദേശം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബൈക്കിലെത്തിയ പ്രതികൾ ആണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ മാതാപിതാക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നതെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഗോപിക, ഗിരീഷ്, ഈ ബൈക്കിലെത്തിയ പ്രതികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ പോലീസ് നമുക്ക് നൽകുന്നുണ്ടോ? ഇതര സംസ്ഥാനക്കാരോ മറ്റോ ആണോ ഇവർ? ഇതര സംസ്ഥാനക്കാരാണ് പ്രതികൾ എന്നുള്ളത് പോലീസ് ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ സമയത്ത് ബൈക്കിലെത്തിയ ഈ പേട്ട സ്റ്റേഷന് മുന്നിൽ കൂടിയും അതോടൊപ്പം തന്നെ ഇവർ കിടന്നുറങ്ങുന്ന സ്ഥലത്തുകൂടെയും കടന്നുപോയ ബൈക്കുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അല്പസമയത്തിനകം തന്നെ വെളിപ്പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ അന്വേഷണത്തിലാണ് പോലീസിന്റെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് അതിനുശേഷം സംസാരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. DCP-യുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ സിറ്റിയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഗിരീഷ്, ഈ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 വയസ്സുകാരിയാണല്ലോ തട്ടിക്കൊണ്ടുപോയത്. ഇവർ എപ്പോഴാണ് സംഭവം അറിയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്?
ഗോപിക, ഇവർ തെരുവ് കച്ചവടവും ഒക്കെ കഴിഞ്ഞ് സാധാരണ പേട്ട ഫ്ലൈ ഓവറിന് സമീപത്താണ് ഇവർ കിടന്നു ഉറങ്ങുന്നത്. സ്വാഭാവികമായും 12 മണിയോടെ ഇവർ ഉറങ്ങാൻ കിടന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിനുശേഷം 2 മണിക്ക് എഴുന്നേറ്റപ്പോഴാണ് തങ്ങൾക്കൊപ്പം കിടന്ന് ഉറങ്ങിയിരുന്ന കുട്ടിയെ കാണാനില്ല എന്ന വസ്തുത ഇവർ അറിയുന്നത്. ഇതിനുശേഷം ലഭിച്ച ചില സൂചനകളാണ് ബൈക്കിലെത്തിയവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. സ്വാഭാവികമായും അവർ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. മാതാപിതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. ബൈക്കിലെത്തിയവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അങ്ങനെയാണ് തങ്ങൾ ഈ വിവരം അറിഞ്ഞത് എന്നുള്ളതാണ് മാതാപിതാക്കളും ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഗിരീഷ്, ഈ പേട്ട ഫ്ലൈ ഓവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേട്ട പോലീസ് സ്റ്റേഷനുമായി വളരെ അടുത്ത പ്രദേശമാണ്. ആ സമയത്ത് പോലീസ് പെട്രോളിങ്ങും മറ്റും ഏത് തരത്തിലായിരുന്നു? പോലീസിന് ആ ഭാഗത്തെ CCTV ഒക്കെ ഉള്ള ഭാഗമാണോ ഗിരീഷ്? ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ CCTV ഉള്ള സ്ഥലങ്ങളാണ്. പോലീസിന്റെ CCTVയും അതോടൊപ്പം തന്നെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള CCTVകളും ഈ പ്രദേശത്തുണ്ട്. പ്രത്യേകിച്ച് പേട്ട പോലീസ് സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട CCTVകളുണ്ട്. അതോടൊപ്പം നിരവധി സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതും പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ഗിരീഷ്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേട്ട പോലീസ് സ്റ്റേഷനോട് ഏറ്റവും അടുത്ത പ്രദേശമായിരുന്നു. ആ സമയത്ത്, ആ രാത്രി സമയത്ത് പെട്രോളിങ്ങും മറ്റും ഏത് തരത്തിലായിരുന്നു? തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയി. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ദമ്പതികൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പേട്ട പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്ത പ്രദേശമാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. ഗിരീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം പേട്ടയിലാണ് ഇത്തരത്തിൽ പുലർച്ചെ തന്നെ നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മകളെയാണ് ഉറക്കത്തിനിടെ തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ 2 മണിയോടെ ആയിരുന്നു സംഭവം. ദമ്പതികൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് CCTV ദൃശ്യങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ബാലികയെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടായത്. നേരത്തെ കൊല്ലത്ത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗിരീഷ്, നേരത്തെ കൊല്ലത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം നമുക്ക് മുന്നിലുണ്ട്. പോലീസ് അന്വേഷണമൊക്കെ വളരെ ഊർജിതമായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിയെ കണ്ടെത്താനും സാധിച്ചു. ആ തരത്തിൽ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്കായിരിക്കില്ലേ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം? ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു, അത് ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ ഏതു വിധേനയും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ഈ VSSCയുടെ പ്രദേശങ്ങൾ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില പ്രദേശങ്ങൾ ഈ ഭാഗത്തിന് ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്. ഈ ഭാഗങ്ങളും പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസ് കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് ബൈപ്പാസിന്റെ സമീപ പ്രദേശങ്ങളിൽ പലതും ഒഴിഞ്ഞു കിടക്കുന്ന, ആൾത്തിരക്കില്ലാത്ത ചില പ്രദേശങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ അവിടെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഈ പ്രദേശങ്ങളിലേക്ക് കൂടിയാണ് ഇപ്പോൾ പോലീസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പൊ നഗരത്തിലെ തിരക്കേറിയ ഒരു സ്ഥലം. ഈ തിരക്കേറിയ സ്ഥലത്ത് നിന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗോപി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പേട്ട പോലീസ് സ്റ്റേഷന് അടുത്ത് തന്നെയാണ് ഈ ഫ്ലൈ ഓവറും മറ്റു പ്രദേശങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവർ കൂട്ടമായിട്ടാണ് പലപ്പോഴും ഈ ഫ്ലൈ ഓവറിന് താഴെയൊക്കെ താമസിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു പ്രദേശത്ത് നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് നഗരത്തിലെ അത്യപൂർവമായ സംഭവമാണ്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ് നൽകുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സംഭവവും ആദ്യത്തേതാണ്. അതുകൊണ്ട് തന്നെ
ഇതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു സൂചനകൾ. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട് എന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് പോലീസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ഇവർ പോയ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും കൂടിയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗിരീഷ്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണോ ഈ ഘട്ടത്തിൽ പരിശോധന നടക്കുന്നത്? ഗോപിക, DCP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പരാതി ഈ മാതാപിതാക്കളിലെത്തി പരാതി നൽകിയ ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിനുശേഷം പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥരെ പേട്ട പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 4 മണിയോടെ തന്നെ DCP ഉൾപ്പെടെയുള്ളവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഇതിനുശേഷം അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. പുതിയ സംഘത്തെ നിയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന് അപ്പുറത്തേക്ക് ഈ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് പോലീസിനുള്ളത്. ഗോപിക. ഗിരീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.